അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, പരിശുദ്ധമായ സഫർ മാസം നമ്മിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. ഇനി കൃത്യമായി പറഞ്ഞാൽ 39 ദിവസം കഴിഞ്ഞ് 40ാമത്തെ ദിവസം ഹബീബ് സയ്യിദുൽ വജൂദ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമായ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ ദിവസം, മാസമല്ല ദിവസം നമ്മിലേക്ക് എത്തുകയാണ്. അള്ളാഹു റാഹത്തോടെ വരവേൽക്കാനും അതിനെ ആസ്വദിക്കാനും അനുഭവിക്കാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ചില ആളുകൾക്കിടയിൽ ഒരു തെറ്റിദ്ധാരണയുണ്ട്. സഫർ മാസം വരുമ്പോൾ അതൊരു നന്മയും ചെയ്യാൻ പറ്റാത്ത എന്തോ ഒരു നഹ്സിൻ്റെയും ഒരു ദുരിതത്തിൻ്റെയും അപകടത്തിൻ്റെയും മാസമാണെന്ന് തോന്നിപ്പിക്കുന്ന രൂപത്തിൽ ആളുകൾക്കിടയിൽ പലപ്പോഴും ചർച്ചകൾ വരാറുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അങ്ങനെ ഒന്നില്ല. അത് ജാഹിലിയ കാലത്തുള്ള ആളുകളുടെ അവരുടെ വിശ്വാസമായിരുന്നു. സഫർ എന്ന് പറയുന്നത് അത് ദുസ്സഗുണമുള്ള, അത് നമുക്ക് ശുഭവാർത്തകൾക്കില്ലാത്ത അപകടങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വലിച്ചു കൊണ്ടുവരുന്ന ഒരു മാസമാണ് എന്ന ധാരണ അത് ജാഹിലിയ കാലത്തുള്ള ആളുകൾക്കുണ്ടായിരുന്നു. പരിശുദ്ധ ഇസ്ലാം അത് തിരുത്തിയിട്ടുണ്ട്. അവർ വിശ്വസിച്ചിരുന്നത് സഫറിൽ യാത്ര പോകാൻ പാടില്ല, നല്ലൊരു വ്യാപാരം തുടങ്ങാൻ പാടില്ല, നല്ലതിലേക്ക് ഇറങ്ങാൻ പാടില്ല എന്നൊരു ധാരണ അവർക്കുണ്ടായിരുന്നു. കല്യാണം പോലും സഫറിൽ നടത്തരുതെന്ന് പറയുന്ന ആളുകളുണ്ട്. ഇന്നും ചില ആളുകൾ ധരിച്ചു വെച്ചിട്ടുണ്ട്. നിങ്ങളറിയോ, സയ്യിദുൽ വജൂദ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമായ മക്ക വിട്ട് മദീനയിലേക്കുള്ള യാത്ര ആരംഭിച്ചത് അത് സഫർ മാസത്തിലായിരുന്നു. യാത്ര ഈ മാസത്തിൽ പോകാൻ പാടില്ലെന്ന് പറയുന്നവർ ചിന്തിക്കണം. ഹബീബായ തങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പരിശുദ്ധമായ യാത്രയാണ് ഹിജ്റയുടെ യാത്ര. മക്ക വിട്ടിട്ടാണ് മദീനയിലേക്ക് പോകുന്നതെങ്കിലും പരിശുദ്ധമായ മദീനയിലേക്കുള്ള യാത്ര ഹബീബായ തങ്ങള് തുടക്കം കുറിച്ചത് ഇതുപോലെയുള്ളൊരു സഫർ മാസത്തിലായിരുന്നു. അതുപോലെ തീർന്നില്ല, കല്യാണം ഈ മാസത്തിൽ നടത്താൻ പാടില്ലെന്ന് പറയുന്നവരുണ്ട്. എന്നാൽ ഹബീബായ സയ്യിദുൽ വജൂദ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫാത്തിമത്തു ബിദഅത്തുൻ മിന്നി, ഫാത്തിമ എൻ്റെ കരളിൻ്റെ കഷ്ണമാണെന്ന് ഈ ലോകത്തോട് വിളിച്ചു പറഞ്ഞ ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രിയപ്പെട്ട പൊന്നുമോള്, അതേ സയ്യിദത്തു നിസാഇ അഹ്ലിൽ ജന്ന, സ്വർഗ സ്ത്രീകളുടെ നായികയെന്ന് പരിശുദ്ധമായ ഗ്രന്ഥങ്ങളിലൂടെ ഹബീബായ തങ്ങൾ നമ്മെ പഠിപ്പിച്ച ആ ഹബീബായ തങ്ങളുടെ പൊന്നുമോളും അതേപോലെ തന്നെ അനമദീനത്തുൽ ഇൽമി വ അലിയും ബാബുഹാ, ഞാൻ ഇൽമിൻ്റെ പട്ടണമാണ്, ആ പട്ടണത്തിലേക്ക് കയറി വരാനുള്ള കവാടം അത് അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങളാണ്. അങ്ങനെ ഫാത്തിമ ബീബിയുടെയും അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങളുടെയും വിവാഹം നടന്നതും സഫറിലാണ്. ഹബീബായ തങ്ങൾ പൊന്നുമോളുടെ വിവാഹം തെരഞ്ഞെടുത്തത് സഫർ മാസത്തിലാണ്. അതുകൊണ്ട് ഈ സഫർ നമ്മൾ ദൂരാക്കേണ്ട മാസമല്ല, നമ്മൾ റബീഉൽ അവ്വലിന് വേണ്ടി ഒരുങ്ങേണ്ട മാസമാണ്. ഹബീബായ തങ്ങൾക്ക് സഫറിൻ്റെ അവസാനത്തിൽ രോഗം വന്നിട്ടുണ്ട്, ശരിയാണ്. പക്ഷേ അതിൻ്റെ പേരിൽ സഫർ നമ്മൾ വെറുക്കേണ്ടതല്ല. നല്ല പരിപാടികളൊന്നും നടത്താൻ പാടില്ലെന്ന് പറഞ്ഞിട്ട് മാറ്റിവെക്കേണ്ടതില്ല. എന്താണ് അപ്പം? അതുകൊണ്ട് നമ്മൾ തിരിച്ചറിയണം, പല അന്ധവിശ്വാസങ്ങൾ അത് നമ്മൾ വെറുതെ ചർച്ചകൾ